ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാ കുറേ നാൾക്ക് ശേഷം ഞാനൊരു വ്ളോഗുമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് കൊട്ടിയൂർ ഉത്സവത്തിന് പോയതാണ്. എല്ലാവർക്കും അറിയാം, വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമല്ലേ കൊട്ടിയൂർ. അപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിനടുത്താണ് കേട്ടോ ഞങ്ങളെ വീട്. അവിടെ നിന്ന് അരമണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ പോയ ദിവസം അധികം തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ അമ്പലത്തിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉത്സവം ആയതുകൊണ്ട് തന്നെ ഇക്കരെ കൊട്ടിയൂർ ഇക്കരെ അമ്പലത്തിൽ പൂജകളൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ അക്കരെ അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ ഇതാ ഞങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ പോകുന്ന വഴി നീളെ ഇങ്ങനെ ഷോപ്പുകളുണ്ട് കേട്ടോ. ടോയ്സുകളും പല സാധനങ്ങളുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞങ്ങളിതാ അകത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിലോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് നടക്കാനുണ്ട് അക്കരെ അമ്പലത്തിലോട്ട്. അപ്പോൾ ഇതാ ചുറ്റും മരങ്ങളാണ് കേട്ടോ, വലിയ മരങ്ങളാണ്. ഒരു കാടിൻ്റെ നടുവിൽ തന്നെയാണ് ശരിക്കും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ബാവലിപ്പുഴ. ബാവലിപ്പുഴ മുറിച്ച് കടന്ന് വേണം നമുക്ക് കൊട്ടിയൂർ അമ്പലത്തിലെത്താൻ വേണ്ടി, അതായത് അക്കരെ കൊട്ടിയൂരെത്താൻ വേണ്ടി. അപ്പോൾ ഇതാ ഞങ്ങളപ്പോൾ മോനെ അവിടെ നിന്ന് കുളിപ്പിക്കാൻ വേണ്ടി ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ അമ്പലത്തിലോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ ഒരു നടപ്പാത സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൂടെ വേണം നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നടപ്പാത. ഇനി അങ്ങോട്ട് നമ്മൾ ഫുള്ള് വെള്ളത്തിലൂടെ വേണം കേട്ടോ നടക്കാൻ. വെള്ളത്തിൻ്റെ നടുക്ക് തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം, അതായത് ഈ ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് അക്കരെ കൊട്ടിയൂർ പ്രവേശനമുള്ളൂ. അപ്പോൾ ഇതാ ശരിക്കും പ്രകൃതിയും മനുഷ്യനാണ് ചേരുന്ന ഒരു പുണ്യഭൂമി തന്നെയാണ് കേട്ടോ ഇത്. ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് ആ അമ്പലത്തിൽ പോകുമ്പോൾ. ശരിക്കും ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. അതപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്നും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് കേട്ടോ ആ ക്ഷേത്രം നിലകൊള്ളുന്നത്. അവിടുത്തെ എല്ലാ ചടങ്ങുകളായാലും അമ്പലമായാലും എല്ലാം പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചുറ്റും പനയോല കൊണ്ടാണ് കേട്ടോ ഈ അമ്പലം മൊത്തം നിർമ്മിച്ചിരിക്കുന്നത്. മൊത്തം പനയോല വെച്ചിട്ടാണ്. ആ അമ്പലവും പരിസരവും കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ശരിക്കും ഒരു ദൈവിക അനുഭവം തന്നെ നമുക്ക് കിട്ടും. ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ആ അമ്പലത്തിൽ.
അപ്പം ഞങ്ങൾ തൊഴുത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ അന്നദാനമുണ്ട്, അമ്പലത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ആനേനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ തൊഴുത് മടങ്ങി കേട്ടോ. അപ്പോൾ ഇത് പുറത്തോട്ടുള്ള വഴിയാണ്. നമ്മൾ വന്നത് വേറെ വഴിയാണ് കേട്ടോ. അതാ വേറെ വഴിയിലൂടെയാണ് നമ്മൾ അകത്തോട്ട് വരുന്നത്. ഇത് പുറത്തോട്ട് പോകാനുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങുന്നിടത്ത് തന്നെ ഓടപ്പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഈ ഓടപ്പൂവ്. എല്ലാവരും പ്രസാദമായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു ഇതും കൂടിയാണ് കേട്ടോ ഓടപ്പൂവ്. അപ്പം ഓടപ്പൂവ് വീട്ടിൽ തൂക്കുന്ന ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് എല്ലാം വാങ്ങി, ഈ ഓടപ്പൂവെല്ലാം വാങ്ങി. അപ്പോൾ ഇതാ ഇക്കര കൊട്ടിയൂരാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ പൂജയൊന്നും നടക്കുന്നില്ല, എന്നാലും ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് കയറിയെന്നേ ഉള്ളൂ കേട്ടോ. ഉത്സവത്തിൻ്റെ സമയത്ത് ഇക്കര കൊട്ടിയൂർ പൂജകളൊന്നും നടക്കില്ല. അപ്പോൾ ഇതാ ജസ്റ്റ് ആ എൻട്രൻസ് മാത്രം ഞങ്ങളൊന്ന് കാണിച്ചതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോയിൽ നാളെ കാണാം. ഇനി തൊട്ട് മുടങ്ങാണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ നാളെ കാണാം. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.